ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന അതിമനോഹരമായ ചാപ്റ്ററിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. മോഡൽ എക്സാം അതിൻ്റെ ട്രെയിലറാണ്. ശരിയായിട്ടുള്ള സിനിമ വരാൻ പോകുന്നു. യെസ്, പബ്ലിക് എക്സാം ആണ്. പബ്ലിക് എക്സാം അടുക്കുന്തോറും നമ്മുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ വളരെയധികം മനോഹരമാക്കണം. അതിന് ഈ ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. Subscribe is more than what you think for me. Okay, ഒന്നും പറയില്ല, ടൈം വേസ്റ്റ് ഇല്ല, വീഡിയോയിലേക്ക് കിടക്കാം. എക്സാം പാറ്റേൺ മാറുന്നതനുസരിച്ച് ലെവല് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ, ഇനി വേ ഓപ്റ്റിക്സിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 589 nanometer is incident from air on a water surface. What are the wavelength, frequency and speed of reflected and refracted light? Refractive index of water is 1.33. Concept നോക്കാം. ഒരു ലൈറ്റ് ഉണ്ട്, അത് 589 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു ആളാണ്. ഈ പേര് എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ വന്ന് തട്ടി, തട്ടുന്ന സമയത്ത് ഇവൻ ഒന്നെങ്കിൽ എന്താവണം? റിഫ്ലക്റ്റ് ആവണം, അല്ലെങ്കിൽ എന്താവണം? യെസ്, റിഫ്രാക്റ്റ് ആവണം. He will reflect or refract. We don't know. Okay, refraction ആയിട്ടില്ലല്ലോ. Refract or refract. Okay, refract. രണ്ട് കേസാണ്. എ ഇത് ബി. ആ സമയത്ത് ഈ ലൈറ്റിന് ഉണ്ടാവണ വേവ് ലെങ്ത് എത്രയാ, ഫ്രീക്വൻസി എത്രയാ, സ്പീഡ് എത്രയെന്നാ ചോദിച്ചിരിക്കും. സുഖമായി കണ്ടുപിടിക്കാൻ അതിനാദ്യം നമ്മൾ രണ്ട് പെട്ടി വരച്ചു. ഓക്കെ, ഇതാ സെപ്പറേറ്റ്. ആദ്യത്തെ കേസ് റിഫ്ലക്ഷൻ, അടുത്ത കേസ് റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ വേവ് ലെങ്ത് എത്രയാ ചോദിച്ചിരിക്കും. സുഖമായി പറയാം, അത് 589 നാനോമീറ്റർ ആണ്. അതായത് 5 × 10⁻⁻9 മീറ്റർ. എന്തുകൊണ്ട്? നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് ഇൻസിഡന്റ് റേ ഒരു മീഡിയത്തിലാണെങ്കിൽ റിഫ്രാക്റ്റഡ് റേയും അതേ മീഡിയത്തിൽ തന്നെയായിരിക്കും. ഇത് ഇൻസിഡന്റ് റേ ഈസ് കമ്മിങ് ടു ദ സർഫസ് based on a medium N1. That same incident light will reflect from the surface in the terms of same medium. അതായത് അവിടെ മീഡിയം മാറണം ഇല്ല, അത്ര. അതുകൊണ്ട് വേവ് ലെങ്ത് മാറില്ല. ഫ്രീക്വൻസി എത്ര ചോദിച്ചിരിക്കും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ c/λ. എത്ര? 3 × 10⁸ by 589 × 10⁻⁻9. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 5.09 × 5.09 × 10⁻14 ഹെർട്സ്. മൂന്നാമത്തെ ആൾ 3 1 2 3 സ്പീഡ് എന്താണ്? CNA. അതിൽ നമുക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. സ്പീഡ് ഓഫ് ലൈറ്റ് എയറിലുള്ള അതേ സ്പീഡ് തന്നെയായിരിക്കും റിഫ്ലക്ഷൻ സമയത്ത്. അതുകൊണ്ട് സ്പീഡ് ചേഞ്ച് ആവുന്നത്. വേവ് ലെങ്ത് ഈസ് നോട്ട് ചേഞ്ചിങ്, ഫ്രീക്വൻസി ഈസ് നോട്ട് ചേഞ്ചിങ്, സി ഈസ് നോട്ട് ചേഞ്ചിങ്. ഇനി റിഫ്രാക്ഷന്റെ കേസ് എടുക്കും. റിഫ്രാക്ഷൻ ആദ്യം നമുക്ക് ഫ്രീക്വൻസി നോക്കാം. ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല. അത് 5.09 × 10⁻14 ഹെർട്സ് തന്നെയായിരിക്കും.
എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ലൈറ്റിന്റെ കോർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വേവ് ലെങ്ത്. അതായത് നമ്മുടെ DNA, നമ്മുടെ ജനിതകമായിട്ടുള്ള അതായത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഈ ഒരു ബോഡിയുടെ ഉള്ളിലുള്ള DNA പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ നമ്മുടെ ട്രെയിറ്റുകൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ആ ഒരു രീതി, ക്യാരക്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്ന DNA ആണ്, നമുക്കറിയാം. ബയോളജിയിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഘടകം, ഫ്രീക്വൻസി ഈസ് ദാറ്റ് ഫാക്ടർ വിച്ച് കൺട്രോൾ ദ ക്യാരക്ടർ ഓഫ് ദ type of light. If the light is yellow, the frequency changes. The frequency of the light determines the character of the wave, അല്ലെങ്കിൽ the character of the light. ഫ്രീക്വൻസി ഒരു DNA പോലെയാണ് വേവിൽ, ലൈറ്റിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കയിൽ പോയാലോ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എമിഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ പോയാലോ, അമേരിക്കയിൽ നിന്ന് നമ്മൾ ജപ്പാനിലേക്ക് പോയാലോ, ജപ്പാനിൽ നിന്ന് നമ്മൾ വേറെ എങ്ങനെയെങ്കിലും പോയാലോ നമ്മുടെ DNAക്ക് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ് വേറെ ഏതെങ്കിലും മീഡിയത്തിൽ നിന്ന് മറ്റേതെങ്കിലും മീഡിയത്തേക്ക് പോയാലോ, ആ മീഡിയത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും മീഡിയത്തേക്ക് പോയാലോ അതിന്റെ ഫ്രീക്വൻസി ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഒരു കാര്യം നോക്കി വെക്കുക. അടുത്തത് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഓഫ് മീഡിയം is equal to lambda of air by refractive index, അല്ലേ? യെസ്. അപ്പൊ നമുക്ക് കിട്ടും 589 into 10⁻⁻9 divided by n എന്ന് പറഞ്ഞാൽ 1.33 തന്നിട്ടുണ്ട് നമ്മുടെ വാട്ടറിന്റെ. അപ്പൊ നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 444 നാനോമീറ്റർ എന്നാണ്. അതായത് 444 into 10⁻⁻9 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, റെഡി? ഇത്ര. അടുത്ത സ്പീഡ് എന്താണ്? സ്പീഡ് നമുക്ക് ഇവിടെ ചെയ്യാം. സ്പീഡ് v is equal to, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് മായ്ക്കട്ടെ. യെസ്, മായ്ക്കാലും. ഫ്രാക്ഷന്റെ കേസാണ്. v എന്ന് പറഞ്ഞാൽ v of medium is v of air by refractive index, അല്ലേ? യെസ്, that is 3 into 10⁸ c by refractive index 1.33. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് v medium is equal to, നമുക്ക് എത്ര കിട്ടും? 6 into 10⁻⁻7 മീറ്റർ. സോറി, ക്വസ്റ്റ്യൻ തെറ്റി. വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.26 into 10⁻⁻8 മീറ്റർ പെർ സെക്കൻഡ്. -8 അല്ല, +8 ആണ് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഇൻ ഈച്ച് കേസ് ഓഫ് ദ ഫോളോയിങ് കേസസ്? ലൈറ്റ് ഡൈവേർജിങ് ഫ്രം എ പോയിന്റ് സോഴ്സ്. സ്ഫെറിക്കലാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ വേവ് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അത് സ്ഫെറിക്കലായിരിക്കും. കോൺവെക്സ് ലെൻസിൽ നോക്കുകയാണെങ്കിൽ അത് സ്ഫെറിക്കൽ ആവണം. പോർഷൻ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ സ്റ്റാർ, ഡിസ്റ്റൻസ് സ്റ്റാർ ഇന്റർപ്രറ്റഡ് ബൈ എർത്ത്, അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സ്ഫെറിക്കൽ പ്ലെയിൻ. അടുത്തത്, in Indian's double slit experiment, the slits are separated by a distance 0.28 millimeter and screen is placed 1.4 centimeter away. Distance between the central bias and the 1. Okay. Equation അറിയാം. Small d 0.28 into 10⁻³ meter, millimeter എന്ന് മീറ്ററിലേക്ക് ആക്കി. അതായത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മാൾ ഡി, സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി, അത് 1.4 മീറ്റർ. വൈ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൊടുക്കാം, ദാറ്റ് ഈസ് 1.2 into 10⁻² മീറ്റർ. സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കി കേട്ടോ. വൈ ഈക്വൽ ടു
n lambda d by d. ഓക്കെ, y is equal to n lambda d by d. ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ y-നെ xn എന്നും കൊടുക്കും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, y is equal to n lambda d by d. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. യെസ്, അപ്പോൾ നമുക്ക് കിട്ടും y എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 10⁻². n ഫോർത്ത് ബ്രൈറ്റ് ഫ്രീ 4 ഇൻറ്റു n ലാംഡ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, n ലാംഡ d. ഓക്കെ, y is equal to n ലാംഡ d by d. അപ്പോൾ ക്യാപിറ്റൽ ഡി മുകളിൽ വരും. ക്യാപിറ്റൽ ഡി 1.4 ഡിവൈഡഡ് ബൈ സ്മാൾ ഡി എന്ന് പറഞ്ഞാൽ 0.828 ഇൻറ്റു 10⁻3. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ലാംഡ ഇസ് ഈക്വൽ ടു, നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 10⁻7 മീറ്റർ, അല്ലെങ്കിൽ നമുക്ക് 6000 ആങ്സ്ട്രം എന്ന് എഴുതി വയ്ക്കാം. റെഡി? അടുത്ത ചോദ്യം. Young's double slit experiment using the monochromatic light of wavelength lambda. The intensity of the light at the point on the screen where the path difference is lambda is k units. What is the intensity of light at a point where the path difference is lambda by 3? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഉണ്ട്. ഈ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡ ആവുന്ന സമയത്ത് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കെ ആണ്. പാത്ത് ഡിഫറൻസ് ലാംഡ. ഓക്കെ, നമുക്ക് നോക്കാം. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് നമുക്കറിയാം. ആദ്യത്തെ കേസ് എടുത്തു. അപ്പോൾ പാത്ത് ഡിഫറൻസ് വേവ് ലെങ്ത് ലാംഡ, പാത്ത് ഡിഫറൻസ് ലാംഡ, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ്, അപ്പോൾ ലാംഡ തന്നെ കൊടുത്തു. ഫൈ ഇവിടെ ലാംഡയാണ് ആദ്യത്തെ കേസിലെ ഡെൽറ്റ എക്സ്, അപ്പോൾ ലാംഡ വെട്ടിക്കളഞ്ഞു 2π. ഇനി പാത്ത് ഡിഫറൻസ് നമുക്ക് ലാംഡയാണെന്ന് പറഞ്ഞു. ആ സമയത്തുള്ള നമുക്ക് ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ എക്സ് ലാംഡ ആവുന്ന സമയത്തുള്ള പാത്ത് ഡിഫറൻസ് 2π. ഇനി ആ സമയത്തുള്ള ഇന്റൻസിറ്റി എന്ന് പറഞ്ഞ് കെ യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. എന്താണ് ഇന്റൻസിറ്റി? ഇന്റൻസിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I is equal to 4I0 into cos square phi. ഡെൽറ്റ ഫൈ ഫൈക്ക് ഒന്നാക്കി തന്നെ എടുക്കാം. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാൽ 2π ആണ് നമുക്കറിയാം. അപ്പോൾ 4 ഇൻറ്റു I0 ഇൻറ്റു cos പൈ ബൈ 2 ഉണ്ട് കേട്ടോ. ഓക്കെ, കോസ്, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. I is equal to 4I0 into cos square phi by 2. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം ബേസ് ചെയ്തിട്ട്, ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം ഉള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു ഇന്റൻസിറ്റി, അതായത് പാത്ത് ഡിഫറൻസ് നമ്മൾ 2π, അതായത് ഡെൽറ്റ എക്സ് ലാംഡ ആവുന്ന സമയത്ത് പാത്ത് ഡിഫറൻസ് നമുക്ക് 2π എന്ന് കിട്ടുന്ന സമയത്തുള്ള ഇന്റൻസിറ്റി ആണ് നമുക്ക് കെ എന്ന് പറഞ്ഞിരിക്കും. ആ ഇന്റൻസിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, എന്നാലേ നമുക്ക് കെ എന്താണെന്ന് മീനിങ് ആവും. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് 2π ഡെൽറ്റ ഡബ്ല്യു പൈ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ഹോൾ സ്ക്വയർ. ഇനി 2 വെട്ടിക്കളഞ്ഞു, പൈ -1 ആണ്, കോസ് പൈ, അത് സ്ക്വയർ എടുക്കുമ്പോൾ 1 ആവും. അപ്പോൾ ആ സമയത്തുള്ള ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4I0 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇനി ഈ 4I0 ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പാത്ത് ഡിഫറൻസ് 2π ഡെൽറ്റ എക്സ് ലാംഡ ആവുന്ന സമയത്തുള്ള ഇന്റൻസിറ്റി 4I0 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് കെ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് 1 ഇക്വേഷൻ 1 ആക്കിയിട്ട് നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് പാത്ത് ഡിഫറൻസ് λ/3 ആവുന്ന സമയത്ത് അപ്പോഴത്തെ അതേ സംഭവം ഡെൽറ്റ ഫൈ കണ്ടുപിടിച്ചു. 2π ബൈ ലാംഡ ഇൻറ്റു λ/3. അപ്പോൾ ലാംഡ കട്ട് ചെയ്തു, 2π/3 എന്ന് വരും. ഇനി 2π/3 ആണ് ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ എക്സ് λ/2 ആവുന്ന സമയത്ത് ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ 2π/3 ആണ്. അപ്പോൾ ആ സമയത്തുള്ള ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. I is equal to 4I0 into cos square phi by 2, that is
4I0 into cos square 2π/3. റെഡി. ഇനി cos square 2π/3 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. cos 2π/3 എന്ന് പറഞ്ഞാൽ 1/2. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ യെസ് അത് 1/4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് cos 2π/3 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. cos 2π/3 എന്ന് പറഞ്ഞാൽ 1/2. cos 2π/3 സ്ക്വയർ പറഞ്ഞാൽ 1/2 സ്ക്വയർ, അതാണ് 1/4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യെസ്, അപ്പോൾ നമുക്ക് 1/4 എന്ന് റിപ്പീറ്റ് ചെയ്യാം. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 1/4 നമ്മൾ കൊടുത്തു. 1/4 4 കട്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസിലുള്ള ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 4 കട്ട് ചെയ്തിട്ട് വെറും I0 തന്നെ കിട്ടി. ഇനി ഈ I0നെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ കേസ് കെയിന്റെ ടേംസിലല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കേസും നമ്മൾ കെയിന്റെ ടേംസിൽ തന്നെ പറയണ്ടേ. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? I0നെ കെയിന്റെ ടേംസിലേക്ക് ആക്കണം. നമുക്ക് 4I0 K എന്ന് അറിയാം. അപ്പൊ I0 പറഞ്ഞാൽ K/4 അല്ലേ, എടുത്ത് എഴുതിയാൽ പോരെ, കഴിഞ്ഞു. ദാറ്റ് ഈസ് I0 is equal to K/4. This is the second case. ഇതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എടുക്കാം. യെസ്, നിങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതാനുള്ള ചോദ്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് എന്ന് തന്നിട്ടുണ്ട് 1.5. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഓഫ് ദ ഗ്ലാസ്? വി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു C/N ആണ് നമുക്കറിയാം. 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.5 × 1.5. ശരി, കഴിഞ്ഞു. ഈ സമയത്ത് വി എത്ര? നിങ്ങൾ കമന്റ് ഇടുമോ? വേണ്ട. എന്ന് പറഞ്ഞാൽ 2 × 10⁸ m/s എന്ന് കിട്ടും. സിമ്പിൾ ചോദ്യം, വളരെ മനോഹരം. ഇനി നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കേണ്ട ഒരു ചോദ്യം, ചാൻസ് ഉള്ള ഒരു ചോദ്യം. ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കളർ ഓഫ് ലൈറ്റ്? ഗ്ലാസ് ഉണ്ട്, കൺസിഡർ ചെയ്യാം. ഒരു റെഡ് ലൈറ്റും വരുന്നുണ്ട്, ഒരു വയലറ്റ് ലൈറ്റും വരുന്നുണ്ട് വിചാരിച്ചു. എങ്ങനെ? ഒരു റെഡ് ലൈറ്റും വരുന്നു, ഒരു വയലറ്റ് ലൈറ്റും വരുന്നു. ഈ ഗ്ലാസ് ഈ രണ്ട് ലൈറ്റിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പാറ്റേൺ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഇവനെ കൂടുതൽ കടത്തിവിടും, ഇവനെ കടത്തിവിടില്ല. ഇവന്റെ സ്പീഡ് കുറയ്ക്കും, ഇവന്റെ സ്പീഡ് കൂട്ടും. അങ്ങനെ ഒരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും കളറിന് ഇൻഡിപെൻഡന്റ് ആണോ? അല്ല. ഇഫ് നോട്ട്, which of the two colors, red and violet, travels slower in the glass prism? Question. നല്ല ക്വസ്റ്റ്യൻ. ഗ്ലാസ് പ്രിസം നമ്മുടെ റെഡ് വരുന്നു, നമ്മുടെ വയലറ്റ് വരുന്നു. റെഡ് ഇങ്ങനെ പോകുന്നു, വയലറ്റ് ഇങ്ങനെ പോകുന്നു. ഇവന്റെ നമ്മൾ വി എന്ന് വിളിച്ചു, ഇവന്റെ V(R) എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് റെഡ് ആൻഡ് വെലോസിറ്റി ഓഫ് വയലറ്റ്. ഇതിൽ ആരാണ് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കണം. ഇതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആർക്കാണ് കൂടുതൽ ലാംഡ നോക്കുക. റെഡിന്റെ ലാംഡ, അതായത് വേവ് ലെങ്ത് ഓഫ് ദ റെഡ് ലൈറ്റ് is greater than the wavelength of violet. ഇതിൽ നിന്ന് പ്രസം ഞാൻ വായിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം, വെലോസിറ്റി ലാംഡയും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. യെസ് ഉണ്ട്. V is equal to C/N. C എന്ന് പറഞ്ഞാൽ ന്യൂ ലാംഡ, N. V ഉണ്ട്, ലാംഡ ഉണ്ട്. V മോളിൽ, ലാംഡ മോളിൽ. So we can write it as V is directly proportional to lambda. That is, velocity of a light depends directly proportional to the wavelength of the constituent light. അതായത് ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് എത്രത്തോളം കൂടുതലാണോ
അത്രത്തോളം ആ ഒരു വെലോസിറ്റി ആ ഒരു ലൈറ്റിന്റെ ആ ഒരു പ്രത്യേകതരം മീഡിയത്തിൽ കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോ ഈ ഒരു കേസിൽ നോക്കിയാലും ലാംഡ റെഡിന്റെ കൂടുതലാണ്. അപ്പോ വെലോസിറ്റി എന്തായിരിക്കും? റെഡിന്റെ വെലോസിറ്റി ഓഫ് റെഡ് കൂടുതലായിരിക്കില്ലേ ആരെ കഴിഞ്ഞു? വെലോസിറ്റി ഓഫ് നമ്മുടെ വയലറ്റിനെ കഴിഞ്ഞു. അപ്പൊ ഇതിൽ ആരാ സ്ലോ ട്രാവൽ ചെയ്യും? നമ്മുടെ വയലറ്റ് അല്ലേ, കാരണം അതിന്റെ വേവ് ലെങ്ത് കുറവായി. സോ നമുക്കിവിടെ പറയാൻ സാധിക്കും, ഡെഫിനിഷൻ എഴുതാം. ഇൻ ദ ഗ്ലാസ് പ്രിസം violet travels slower due to its shorter wave length. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. lambda of r is greater than lambda of v. അപ്പോൾ velocity of r is greater than velocity of v. മനസ്സിലായില്ലേ? ഇത്രയുമാണ് നമുക്ക് നമ്മുടെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ. പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെയും താങ്ക് യു.